എന്താ ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് കാര്യങ്ങള്? ഇന്നലെ രാത്രി ചേച്ചി ഇങ്ങനെ എന്തോ ചെവിന്റെ ഇവിടെ ഇങ്ങനെ ഇടുമ്പോ അമ്മ പറഞ്ഞ മോളെ ഇട്ടെടുക്ക് അല്ലേ? അങ്ങനെയാണ് ഞാൻ സീനിലേക്ക് എത്തുന്നത്. അപ്പൊ ചേച്ചി പാത്രത്തില് കുറച്ച് കല്ലുപ്പില് വെള്ളം ചേച്ചി മറ്റേ ബഡ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ആക്കിയിരുന്നു. അപ്പൊ ഞാനും ചേച്ചി ഓൾറെഡി കുറച്ച് കല്ലുപ്പൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞ മുകളിലാക്കിയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കല്ലുപ്പ് എടുത്ത് അതിന്റെ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുത്ത് പണി കഴിഞ്ഞു പറഞ്ഞ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തോ മഞ്ഞ കളർ ഇപ്പൊ ഞാൻ ശങ്കിര വിചാരിച്ച് മഞ്ഞ കളർ ഉണ്ട്. അപ്പൊ ശങ്കിര ചേച്ചി ഇവിടെ തന്നെ ഉണ്ടോ പറഞ്ഞ് ചേച്ചി പിന്നെ കിടക്കാൻ പോയി. പിറ്റേ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോ ചേച്ചി പിന്നെ ഞാൻ മുകളിലായിരുന്നു. അപ്പൊ ചേച്ചി മുകളിലേക്ക് സാധനം എടുത്തു വന്നിട്ട് വെച്ചിട്ട് അപ്പൊ പിന്നെ താഴേക്ക് വന്നപ്പോ അതിന്റെ മുകളിൽ ഇടാന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇത് കഴുകിയിട്ടാ മതി, വൃത്തിയാക്കിയിട്ടാ മതി. അങ്ങനെയാണ് ഞാൻ ഒരു പാത്രം വെച്ച് വെള്ളം എടുത്ത് പഞ്ഞെടുത്ത് വന്ന് നിങ്ങൾ തുടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചിക്ക് നല്ല വേനയാവുന്നത്. പിന്നെ അമ്മ വന്ന് തുടയ്ക്കാൻ തുടങ്ങി. കാരണം ഞാൻ തുടച്ച സാധനം പോരുന്നില്ല. അപ്പൊ അമ്മ വന്ന് കല്ലുപ്പ് തന്നെ നന്നായി കഷ്ടപ്പെട്ട് ചേച്ചി നല്ല വേനയുണ്ടായിരുന്നു. അമ്മ എന്നാലും എടുത്ത് ഞങ്ങൾ എടുത്തു നോക്കുമ്പോ ബാക്കിൽ നിന്ന് പിന്നെ ആ മഞ്ഞ സാധനം ഞാൻ പറഞ്ഞ ചാലയായിരുന്നു. ആ ചാല അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതും അമ്മ എടുത്ത് മാറ്റി. അല്ലേ? ഇതൊന്നല്ല ആൾക്കാർക്ക് അറിയണ്ടേ? സാധനം അവിടെ കാണാനല്ല, ചങ്കിരി കാണാൻ. പ്രഗ്നന്റ് അല്ല പ്രഗ്നന്റോ? അല്ല, എല്ലാരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് പ്രഗ്നന്റ് ആണ്. സാധനം സാധാ രീതിയിൽ പുറമേക്ക് വരുന്നില്ല ഉദ്ദേശിച്ച് ചങ്കിരി സാധാ രീതിയിൽ ഇവിടുന്ന് ഇങ്ങനെ പുറമേക്ക് വരുന്നില്ല എന്നാ. കാരണം അത് ഇറച്ചിന്റെ ബാക്കിലെ ഈ ചെടിയിൽ ഇവിടെ ഇറച്ചിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അത് കാണാനില്ല, അത് ഇൻബിൽഡ് ആയിപ്പോയി ബാക്കിലെ ഈ മൂടി. അപ്പൊ പിന്നെ ഞങ്ങളത് ഒഴിഞ്ഞു പോയതാ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തെരഞ്ഞെടുത്ത് കിടക്കയിലൊക്കെ പോയി നോക്കി, അവിടെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇത് മുന്നിൽ ഇങ്ങനെ വലിച്ചഴിക്കാൻ നോക്കുമ്പോ ദൈവ വേദനയാന്ന് പറയുന്നു, ഉള്ളിൽ എന്തോ ഉള്ള പോലെ. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി, DMS ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് അത് അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല ഫെസിലിറ്റീസ് ആണ്. അച്ഛൻ എന്ത് തോന്നി പെട്ടെന്ന് ഇങ്ങനെ ഒരു സർജറി ഒക്കെ വന്നപ്പോ? ഞാൻ എന്താ അന്തം വിട്ടില്ലേ? ഓപ്പറേഷൻ അല്ലേ, അതിന് സർജറി എന്നല്ലേ പറയാ? ചെറിയൊരു ഇത് വന്നോണ്ട് സർജറി തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പക്ഷെ ഇതിപ്പോ ഇന്ദുമോളെ ചാനൽ ഇടുന്ന ഒരു വീഡിയോ, അതിപ്പോ ഓള് സക്സസ്ഫുൾ ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് എങ്ങനെ സംഭവം? അച്ഛനെന്താ തോന്നുന്നത്? ഓള് ചതിച്ചാണോ നമ്മളെ? തെളിവുണ്ട്, തുന്നല് ചെവിന്റെ പറഞ്ഞ 2 തുന്നലുണ്ട്. കാണിച്ചെടുക്ക്. രണ്ട് തുന്നലുണ്ടല്ലേ? രണ്ടെണ്ണം കിട്ടും. അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, അപ്പൊ ഇങ്ങനെ മേക്കാതൊക്കെ കുത്തിയവരുണ്ടാകുമ്പോഴേ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതിനകത്ത് നീര് വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ശ്രദ്ധിക്കണം വേഗം. അത് ദേവുവിന് അത് ചെറുതായിട്ട് മെനിഞ്ഞാന്ന് തുടങ്ങിയപ്പോഴേ ശ്രദ്ധിച്ചില്ല. വെള്ളം വരുന്നുണ്ടെന്ന് കാണുമ്പോ കമ്മൽ ഊരി വെക്കണമായിരുന്നു, ചെയ്തില്ല. അപ്പൊ ഇനി കമ്മല് വേണ്ട, അപ്പൊ ഇനി മേൽക്കാത് വേണ്ട വിചാരിച്ച് ഒരു കാതിലാക്കി ഒറ്റക്കാതിൽ കമ്മ. ഇനി ഇത് കണ്ടിട്ട് അച്ഛനെ കുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെ തീരുമാനം മാറ്റുമല്ലോ എന്ന് അറിയൂല. അച്ഛൻ കുത്തിയ കണ്ണനും കുത്തും, കണ്ണൻ കുത്തിയ ഏട്ടനും കുത്തുന്നാ പറഞ്ഞേ. അപ്പൊ ഇനി അച്ഛൻ കുത്താണെങ്കിൽ 3 ആൾക്കാരിന് കുത്താണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ആൾക്കാർ ആക്സിഡന്റിൽ എന്റെ ഫേസ് വെച്ചിട്ട് കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചാൽ ഞാനിതൊരു നെഗറ്റീവ് വീഡിയോ എന്തൊക്കെയോ വേറെ തോന്നിയ ദിവസമൊക്കെ കമന്റിൽ വരുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യൂല. കാരണം എനിക്ക് ഞായറാഴ്ച വേറെ പ്രത്യേകിച്ച് അന്ന് ഹോസ്പിറ്റൽ കേസായിട്ട് നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാല്ല. അവിടെ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിനും അത് എൻജോയ് ചെയ്ത് വീഡിയോ ഇടാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നു. പിന്നെ വലിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷെ ഒരു തന്നെ ചെയ്ത ആർക്കും ഒരു കുഴപ്പമില്ല. ഇതിപ്പോ കാണുന്ന ആൾക്കാരാണ് പെട്ടെന്ന്. അപ്പൊ എല്ലാരും ഒരു ചെറിയൊരു ടെൻഷൻ വരുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന ഒക്കെ ആവുമോ? ഇല്ല, അതിന് നമ്മൾ കൂളായിട്ട് ഫേസ് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുമോൾ ഇപ്പോൾ അങ്ങനെ ഇടയിൽ കൂടെ ഒരു വ്ളോഗറായി ഇൻഫ്ലുവൻസറായി മാറുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് ഓൾ അതിൻ്റെ ഇടയിൽ കൂടെ 10 വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടുക ഓളെ പേജിൽ. കണ്ടന്റ് ക്രിയേറ്റർ ആവും അതിൻ്റെ ഇടയിൽ കൂടെ. സംഭവം അച്ഛാ, ഇന്ദുമോൾ അതിന്റെ ഇടയിൽ ഓളെ സ്കില്ലൊക്കെ തെളിയിക്കുന്നുണ്ട്. നമുക്ക് എന്താ ഒറ്റയ്ക്ക് വീഡിയോഗ്രാഫിയുടെ തെളിയിക്കുന്ന സ്കില്ല് അങ്ങനെ ചെയ്യാൻ പാടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. ഏട്ടാ പോലെ എന്നൊറ്റയ്ക്കാക്കിട്ട് പോലെ. പക്ഷെ ഇതില് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ അല്ലേ വെച്ചാ ഇന്ദുമോൾ ഒരു ലൈഫിലെ ജേണി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ജേണി അല്ലേ? വർക്ക് ചെയ്യുന്നല്ലേ? എത്ര വീഡിയോ ആളിട്ട് എണ്ണ തികയാത്ത വീഡിയോസ് ഇട്ടിട്ട് ഓള് വിജയിക്കുക, സക്സസ്ഫുൾ ആവുന്നുണ്ട് അല്ലേ? വിജയിക്കട്ടെ അല്ലേ? ഓള് 14 കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ഒക്കെ ഓണാവാനായി. യൂട്യൂബ് യൂട്യൂബ് 14 കഴിഞ്ഞ്. അപ്പൊ
ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ? That's ഇത്രയും great. കണ്ടന്റ്. ഓ അത് പൊളി. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി. ഞാൻ ഭയങ്കര തിരക്കിലായനെ കൊണ്ട് ഉറക്കം എന്നുള്ളത് നമ്മള് 4 നേരം 5 നേരത്തിലേക്ക് മാറ്റിയതിനെ കൊണ്ട് കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലാണ് വീഡിയോസ് ഒക്കെ വരുന്നില്ലേ? അല്ല ഉറക്കം വരുന്നത് അങ്ങനെ. അപ്പൊ കുറച്ച് സീരിയസ് ആയിട്ട് ഉറക്കത്തിന് മേക്ക് ഓവർ ചെയ്യാണ്. അച്ഛൻ കാര്യമായിട്ട് പണിക്കൊക്കെ പോയിട്ടുണ്ട്. അച്ഛനാണ് ഇപ്പൊ വീട്ടിലെ ജോലിയൊക്കെ എടുക്കുന്നത് കുറെയൊക്കെ. അച്ഛൻ ഇപ്പൊ ഇവിടെ കാരണം എല്ലാരും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല അച്ഛാ. അല്ല ഏനാകുമ്പോ ഈ പപ്പ പറഞ്ഞ അച്ഛൻ ഉഷാറാട്ടോ. എന്താ ഉറങ്ങിക്കാളുന്നേ. അപ്പൊ എന്ത് മോളെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നിനക്ക് ഓഡിയൻസിനോട് എന്ത് പറയാണ്ട്? ഇങ്ങനെ ഒരു ഓഡിയൻസിനോട് നന്നായി ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, കിടന്നുറങ്ങുക, അതല്ല അങ്ങനെ അല്ലാതെ ഒരു മേക്കാതെ സൂക്ഷിക്കണം. കുത്തുമ്പോ മേക്കാന്നല്ലേ പറയാ, കുത്തുമ്പോ സൂക്ഷിക്കണം. പഴുപ്പൊക്കെ വരികയാണെങ്കിൽ വേഗം തന്നെ കമ്മൽ ഊരി വെക്കാൻ ഡോക്ടർ പറഞ്ഞേ. അധികം നേരം വെച്ച് നിൽക്കരുത്, ഇല്ലെങ്കിൽ ഇതേപോലെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റൂ. ഗോൾഡ് ഇൻബിൽഡ് ദേവൂന്നാക്കിയാലോ വിചാരിച്ചിനെ. ആ ഗോൾഡ് അവളെ ഇൻബിൽഡ് ആയി പോയി. ഞാൻ കമ്മലിന്റെ ഡോക്ടറിനൊന്നും കൂടെ ചെന്നില്ലായിരുന്നെങ്കിൽ നാളത്തേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അത് കുറച്ച് ബുദ്ധിമുട്ടാവുമായിരുന്നു പറഞ്ഞു. അപ്പൊ കാര്യങ്ങൾ അത്രയൊക്കെയുള്ളൂ. എല്ലാരും സൂക്ഷിക്കുക. ലേട്ടൻ എന്താ പറയാനുള്ളത്? ഇല്ല, എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ എന്റെ അവസ്ഥ അങ്ങനെയാണ്. ആരും ടെൻഷൻ അടിക്കരുത്. ഇങ്ങനത്തെ സാധനമൊക്കെ റിലാക്സ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ഞാൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാണ്, അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂള് വെച്ച് ഹാൻഡിൽ ചെയ്യാതെ കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ലൈഫിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളത് എക്സാജറേറ്റ് ചെയ്ത് ലൈഫിൽ കാണുന്നുണ്ട്, അങ്ങനെ ചിത്രീകരിക്കുക. അപ്പോൾ ബാക്കി എന്തുമോള് പറയും. ഇല്ല, വേറൊന്നും പറയാനില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഹാപ്പി ആയിരിക്കുക. പവറിങ് ഓഫ്.